ബ്രസീൽ ആരാധകർക്ക് സന്തോഷ ദിനം. ബ്രസീലിന്റെ ആട്ടം കോപ്പ അമേരിക്കയിൽ കണ്ടിരിക്കുകയാണ്. 4-1 പാരഗ്വായെ തകർത്തിരിക്കുന്നു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ജിബിൻ ചേർന്നു ആഘോഷ കാഴ്ചകൾ ബ്രസീൽ ആരാധകർക്ക് നൽകാനായി. ജിബിൻ, കുറേ നാളുകൾക്ക് ശേഷം ബ്രസീലിന്റെ ആരാധകർ സന്തോഷത്തോടെ നിൽക്കുന്നു. വളരെ മികച്ചൊരു മത്സരം കാണാൻ കഴിഞ്ഞു. പാരഗ്വായെ 4-1 തകർത്തിരിക്കുന്നു. ഗോൾ സ്കോറർമാർ, ഒപ്പം തന്നെ വിനീഷ്യസ് ജൂനിയറിന്റെ മിന്നും പ്രകടനം. വളരെ വേഗം. തീർച്ചയായും തന്നെ മനു, ബ്രസീലിന് ഒരു തകർപ്പൻ ജയം തന്നെയാണ് ഇപ്പോൾ കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായും തന്നെ പരാഗ്വയെ 1-നെതിരെ 4 ഗോളുകൾക്കാണ് ബ്രസീൽ തകർത്തത്. വിനീഷ്യസ് ജൂനിയറിന് ഇരട്ട ഗോളുകളാണ് ലഭിച്ചത്. വിനീഷ്യസ് ജൂനിയറാണ് ഈ ഒരു കളിയിലെ താരമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹത്തിന് ഇരട്ട ഗോളുകൾ നേടി. ഗ്രൂപ്പ് ഡിയിൽ നിന്ന് നിലവിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തകർപ്പൻ ജയം തന്നെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു ജയവും സമനിലയും അടക്കം 4 പോയിൻ്റാണ് ഇപ്പോൾ ബ്രസീലിനുണ്ടായിരിക്കുന്നത്. ഇതോടെ 2 മത്സരങ്ങളും ജയിച്ച കൊളംബിയ ക്വാർട്ടർ ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നിലവിലെ സാഹചര്യത്തിൽ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഗോളുകളാണ് ഈ ഒരു മത്സരത്തിൽ നിർണായകമായി മാറിയത്. പരാഗ്വയെ ആദ്യ 35-ാം മിനിറ്റിലാണ് ഈ ആദ്യ ഗോൾ നേടിക്കൊണ്ട് വിനീഷ്യസ് ജൂനിയറിൻ്റെ ആദ്യ ഒരു ഗോൾ നേടിയത്. പിന്നീടുള്ള നീക്കങ്ങളിലൂടെ സാൽവിയയിലൂടെ 2ാം ഗോളും അദ്ദേഹം നേടുകയുണ്ടായി. അങ്ങനെ വലിയ ഒരു പോരാട്ടത്തിൽ പരാഗ്വയെ 1-നെതിരെ 4 ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ട് ബ്രസീൽ വലിയ വിജയം നേടിയിരിക്കുകയാണ് മനു. ഇതോടൊപ്പം തന്നെ യൂറോ കപ്പ് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമിടുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. കോപ്പ അമേരിക്കയിൽ ബ്രസീലിന്റെ ആട്ടം കണ്ടിരിക്കുകയാണ്. സാമ്പാ താളം ഒരിക്കൽ കൂടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ വലിയ സന്തോഷം. ബ്രസീൽ ആരാധകർക്ക് സന്തോഷ ദിവസം. ഈ ഫോം തുടർന്ന് കൊണ്ടുപോകാൻ അവർക്ക് കഴിയട്ടെ. ബ്രസീൽ കൂടി തിരിച്ചു വന്നാലാണ് കോപ്പ ഒരു ഭംഗിയാവുകയുള്ളൂ, ലാറ്റിൻ അമേരിക്ക ഒന്ന് ഇളകുകയുള്ളൂ. അപ്പോൾ ഏതായാലും നല്ലൊരു മത്സരം, 4-1 ജയം.